Tom Uncle Toys. ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ലുഡോ ഗെയിം ബോർഡാണെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4 കളേഴ്സ് ആണ് ഈ ലുഡോ ഗെയിം ബോർഡിനുള്ളത്. റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ. അതുപോലെ തന്നെ ഈ ലുഡോ ഗെയിം കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസ് ആണ് ഡൈസും അതോടൊപ്പം തന്നെ കരുക്കളും. അതാണ് ഈ കാണുന്നവ. ഡൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം 1 മുതൽ 6 വരെയുള്ള ഡോട്ടുകളാണ്, നമ്പേഴ്സുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ചാണ് ഈ ഗെയിം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഗെയിമിന് ആവശ്യമായിട്ടുള്ളത് കരുക്കളാണ്. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. ഓരോ ആൾക്കും 4 കരുക്കൾ വീതമാണുള്ളത്. അങ്ങനെ ഡിഫറെന്റ് കളേഴ്സിലുള്ള 16 കരുക്കളാണ് ഈ ഗെയിമിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇനി എല്ലാ കരുക്കളും ഇതുപോലെ ബോർഡിൽ നിരത്തി വെക്കുക. അങ്ങനെ എല്ലാ കരുക്കളും ബോർഡിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. റെഡ് കരുവിന് മുമ്പോട്ട് നീങ്ങേണ്ട വഴിയാണ് ഈ കാണുന്നത്. ഇതേപോലെ ആണ് ഓരോ കരുവും ഈ ബോർഡിൽ കൂടി മുമ്പോട്ട് നീക്കേണ്ടത്. അങ്ങനെ ഹോം എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ റെഡിന്റെ കരു എത്തിക്കുമ്പോഴാണ് അവര് വിജയിക്കുന്നത്. അങ്ങനെ ഈ 4 കരുക്കളും ഈ ഹോമിൽ എത്തുമ്പോൾ ആരാണോ ആദ്യം എത്തുന്നത് അവരായിരിക്കും ഇതിൽ വിജയിക്കുന്നത്. അടുത്തത് ഗ്രീൻ കരുവാണ്. ഗ്രീൻ കരു മുന്നോട്ട് പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. ഇതുപോലെ ഓരോ ഗ്രീൻ കരുവും ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ആദ്യം അവരാണ് എത്തുന്നതെങ്കിൽ ഗ്രീൻ കരു വിജയിയായിട്ട് പ്രഖ്യാപിക്കും. അടുത്തത് യെല്ലോ കരുവാണ്. യെല്ലോ കരു മുന്നോട്ട് നീങ്ങേണ്ട വഴിയാണ് ഈ കാണുന്നത്. ഈ 4 കരുവും ഹോം എന്ന ലക്ഷ്യസ്ഥാനത്ത് ആദ്യം എത്തുകയാണെങ്കിൽ യെല്ലോ കരുവായിരിക്കും വിജയിക്കുക. അങ്ങനെ ഏത് കരുവിനും വേണമെങ്കിലും വിജയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഗെയിമിനുള്ളത്. ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈസ് ഇടുമ്പോൾ 6 എന്ന നമ്പർ കിട്ടിയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് കോളത്തില് നമുക്ക് കരു നീക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് ഡൈസ് ഇടാം. അപ്പോൾ കിട്ടുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യ അനുസരിച്ച് ഈ കരു മുമ്പോട്ട് നീക്കാവുന്നതാണ്. അങ്ങനെ 6 എന്ന നമ്പർ കിട്ടി ഗെയിം തുടങ്ങേണ്ട ഒരു രീതിയാണ് ഈ ലുഡോ ഗെയിമിനുള്ളത്. സിക്സ് കിട്ടാൻ പാടായതുകൊണ്ട് നമുക്ക് ഏത് സംഖ്യ ഡൈസ് വീഴുമ്പോൾ കിട്ടിയാലും കളി തുടങ്ങാം എന്നുള്ള രീതിയിലും വേണമെങ്കിൽ ഈ ഗെയിം കളിക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ഡൈസ് ഇടുമ്പോൾ മാറി മാറി ഇട്ട് നോക്കിയിട്ടും 6 എന്ന നമ്പർ വന്നില്ല എങ്കിൽ ഏത് സംഖ്യയാണോ ഡൈസ് വീഴുമ്പോൾ കിട്ടുന്നത് ആ അത്രയും കോളം നമുക്ക് മുന്നോട്ട് നീക്കി കരുക്കൾ വെച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതാ ഇവിടെ ആദ്യത്തെ ചാൻസ് റെഡ് കരുവിനാണ്. അപ്പോൾ ഡൈസ് ഇട്ടപ്പോൾ കിട്ടിയത് 4 ആണ്. റെഡിലെ ഫസ്റ്റ് കരു 4 എന്ന കോളത്തിൽ കൊണ്ടുവന്ന് വയ്ക്കാം. അടുത്തത് ഗ്രീൻ കരുവിന്റെ ചാൻസ് ആണ്. അപ്പോൾ ഡൈസ് ഇട്ടപ്പോൾ കിട്ടിയത് ഫസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ കരുവിനെ ഫസ്റ്റ് കോളത്തിലേക്ക് നീക്കി വെക്കാം. ഇനി അടുത്തത് യെല്ലോ കരുവാണ്. ഡൈസ് ഇട്ടപ്പോൾ കിട്ടിയത് 2 ആണ്. അപ്പോൾ 2 എന്ന കോളത്തിലേക്ക് യെല്ലോ കരു നീക്കി വെക്കാം. നെക്സ്റ്റ് ബ്ലൂ കരുവാണ്. ഡൈസ് ഇട്ടപ്പോൾ കിട്ടിയത് 3 ആണ്. അപ്പോൾ 3 കോളത്തിലേക്ക് ബ്ലൂ കരുവിനെ നീക്കി വെക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഓരോ കരുവും മുന്നോട്ട് നീക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ ലുഡോ ഗെയിം ഈ രീതിയിൽ കളിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഈ ഡൈസ് ഇട്ടിട്ട് ഓരോ കരുവും നീക്കി മുന്നോട്ട് പോയി ഈ ഗെയിം തുടരാവുന്നതാണ്. ഇതിൽ 6 എന്ന സംഖ്യ ഡൈസ് ഇടുമ്പോൾ കിട്ടിയാൽ വീണ്ടും വീണ്ടും ഡൈസ് ഇടാൻ ചാൻസ് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ
ഗെയിമില് ഒരാൾക്ക് മറ്റൊരാളുടെ കരുവിനെ വെട്ടാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ തിരിച്ച് വന്ന വഴി പൊക്കോളാൻ പറഞ്ഞ് ആ കരുവിനെ വെട്ടി നമുക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ്. ഈ ഗെയിം സേഫ് സോൺ ആയിട്ടുള്ള കോളമുണ്ട്. ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന കോളത്തിൽ വന്നാൽ കരു അവിടെയാണ് ഇരിക്കുന്നത് എങ്കിൽ ആർക്കും വെട്ടാൻ സാധിക്കത്തില്ല. അതൊരു സേഫ് സോൺ ആണ്. അങ്ങനെ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള എല്ലാ കോളത്തിലും വന്നിരുന്നാൽ മറ്റൊരാൾക്ക് ഈ കരുവിനെ, നമ്മുടെ സ്വന്തം കരുവിനെ ആർക്കും വെട്ടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ ഒരു രീതി. അങ്ങനെ ഈ ഗെയിമിലെ 4 റെഡ് കരുക്കളും ഹോം എന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പൊസിഷൻ എത്തിയിരിക്കുന്നത് റെഡ് ആണ്. ബാക്കി സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് പൊസിഷനുള്ള മത്സരം നമുക്കിനിയും തുടരാവുന്നതാണ്. അങ്ങനെ ഈ ഗെയിം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരോടും ഒന്നിച്ച് കളിക്കാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗെയിമാണ്. എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടതെന്നും ഇതിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഗെയിം ബോർഡ് വായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ലുഡോ ഗെയിം ബോർഡിന്റെ ബാക്കിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം കൂടിയുണ്ട്. അതെന്താണെന്നല്ലേ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരോടും ബൈ.